പുതിയ സിനിമാ വിശേഷങ്ങളുമായി നടൻ ഉണ്ണിരാജ ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം പുഷ്പാങ്കത്തിന്റെ ഒന്നാം സ്വയംവരം ഈ ജനുവരി 16-നാണ് തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്. മറ്റ് പുതിയ സിനിമാ വിശേഷങ്ങൾ കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. അപ്പോ പുതിയ സിനിമ തിയേറ്ററിലെത്തി, ടൈറ്റിൽ റോളിൽ അഭിനയിച്ച ചിത്രമായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മള് കഴിഞ്ഞ തവണ ഒരു വർഷമായല്ലേ ഇന്റർവ്യൂ ആയിട്ട്, ഒരു രസകരമായ ഇന്റർവ്യൂ ആയിരുന്നു. ഞാനതിന്റെ കണ്ടിരുന്നു. നമ്മളെ അടിപൊളിയാണ്, എല്ലാ കലാകാരന്മാരെ ചേർത്ത് പിടിക്കുന്ന ചാനൽ. സന്തോഷം. പുതിയ സിനിമ ഇപ്പൊ ഞാൻ പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം എന്ന ചിത്രം ഞാൻ മുഴുനീള വേഷം ചെയ്തതിലെ ടൈറ്റിൽ റോളൊക്കെ അഭിനയിച്ചു. അതിനു മുമ്പേ അവീതം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിലും ഞാൻ മുഴുനീള വേഷമാണ് ചെയ്തത്. അത് ഭയങ്കരമായ വിജയമാണ്. അല്ലെ OTT ഏഷ്യാനെറ്റിലൊക്കെ വന്നൊരു സിനിമയാണ് അവീതം. അതുപോലെ അതിലൊരു ചെറിയ വേഷം ചെയ്ത് വേറെയും സിനിമകളുണ്ട്. അങ്ങനെ കുഞ്ഞു വേഷങ്ങളും വലിയ വേഷങ്ങളായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നിലവില് ഞാൻ സുരാജ് പഞ്ഞാറമൂട്, ബാബുരാജ്, ഇന്ദ്രൻസ്, കോട്ടയം നസീർ, ഞാനും അവരോടൊപ്പം ഒരു മുഴുനീള വേഷം ചെയ്യുന്ന ഒരു ഗംഭീര ഒരു എന്റർടൈൻമെന്റ് പടാ ചെയ്തു. കുറേ ദിവസമുണ്ട്. ഇപ്പൊ അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് എത്തിയത്. അപ്പൊ അത് എനിക്കൊരു ഭയങ്കര ഇഷ്ടത്തോടെ അഭിനയിക്കുന്ന ഏറ്റവും രസകരമായ ഒരു സിനിമയാണ്. അതിപ്പം ഞാൻ ചെയ്തോളൂ. പിന്നെ വലിയൊരു പടത്തിന്റെ ഭാഗമാകാൻ പോകുന്നുണ്ട് ഈ ഒരു 2026. അത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അവിടെ അത് കൃത്യമായിട്ട് പറയുന്നില്ല. നമുക്ക് ചെയ്തിട്ട് അടിപൊളിയായിട്ട് അതിന്റെ ഇന്റർവ്യൂ ചെയ്യാം. എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു സാധനം വരും. അങ്ങനെ ചെറുതും വലുതെല്ലായിട്ട് പോകുന്ന ഒരു സാധാരണ നാട്ടുപുറത്ത് നട. പിന്നെ മറിമായും ചെയ്തിട്ടുണ്ടല്ലോ. എവിടെ കണ്ടാലും നമ്മൾ ആ ഉണ്ണിയേട്ടാന്നെല്ലാം വിളിക്കുമ്പോ ഭയങ്കര സന്തോഷല്ലേ. ഞാൻ വന്നത് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും അങ്ങനെ ഒരുപാട് 10 വർഷമായി ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് വരുന്നത്. അതായത് ഏറ്റവും സന്തോഷമാണത്. കാരണം എൻ്റെ സുഹൃത്ത് ബിജു ഇരണാവ്, അദ്ദേഹമായിട്ടുള്ള ഒരു 10, 15, 18, 20 വർഷത്തെ ഒരു സൗഹൃദമാണ്. അപ്പൊ അദ്ദേഹം നമ്മളെല്ലാം കൂടി നിന്ന് അദ്ദേഹം സംസാരിച്ച ഒരു കാര്യമാണ് ബിഹൈൻഡ് ദി കർട്ടൻ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് കണ്ണൂർ കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തിക്കാം. ഒരുപാട് കേരളത്തിലെ ഒരുപാട് കലാകാരന്മാർ, കേരളത്തിലെ മലയാളികൾ ഇടയില്ലവരായിരുന്നു കലാകാരന്മാരെ ചേർത്ത് പിടിക്കാൻ അവർക്ക് എന്തെങ്കിലും ഒരു പുരസ്കാര ചടങ്ങുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് അങ്ങനെ തുടങ്ങാമെന്ന് ആലോചിച്ച കുറെ പക്ഷെ ഞാൻ, മോഹൻ മാഷ്, അങ്ങനെ കുറെ ആൾക്കാർ. അപ്പൊ ബിജു മാഷ് അങ്ങനെ പറഞ്ഞപ്പോ ഏറ്റവും സന്തോഷം, അതൊറ്റ പ്രധാനം. നമ്മളൊരു സിനിമയെ പറ്റി ചോദിക്കുന്ന പോലെ അത് പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ ഞാനൊരു സംശയം ചോദിച്ചിരുന്നു, അത് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ മാഷെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ചില കാര്യങ്ങൾ പിന്നെ അത് കാണില്ല നമ്മൾ. അങ്ങനെ ഒരു സംഭവം സത്യമുണ്ട്. ഞാനിപ്പോ ചിലപ്പോ 1, 2, 3, 4 വർഷം കഴിച്ച് ചിലപ്പോ ആ ഒരു ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ കൃത്യമായിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 10 വർഷമായിട്ട് ഇനി ഒരുപാട് കലാകാരന്മാരെ നമ്മൾ കണ്ടെത്തും ഉണ്ട് നമ്മളെ ലിസ്റ്റിലൊക്കെ. അപ്പം ഓരോ വർഷം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ്. അത് നിങ്ങൾ ചാനല് കൃത്യമായി അത് പുറത്ത് ഔട്ട് വിടുന്നതും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് അതുപോലെ ഒരു ടീം ഉണ്ടായി. കാരണം നാടക പ്രവർത്തനമാണല്ലോ നമ്മുടെ. ചിലപ്പോൾ സിനിമയും ടെലിവിഷനും ഇത് സജീവമാകുമ്പോ ഞാനിത് എന്റെ അടിത്തറ അല്ലെങ്കിൽ ഞാൻ വന്നത് നാടകം മാത്രം തന്നെയാണ്. ഒരുപക്ഷെ നാടകം എന്ന ഇഷ്ടത്തോടുകൊണ്ടാണ് കലാരംഗത്തേക്ക് യാത്ര ചെയ്തത്. നാടകവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് ഉൾപ്പെടെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയും. അതെ, ഏറ്റവും സന്തോഷകരമായ ഒരു നമ്മളെ സംബന്ധിച്ച വലിയ വാർത്തയാണ്. കാരണം എന്നെ സംബന്ധിച്ച ഞാനും ബിജു മാഷും കൂടിയാണ് ഒരു യാത്ര ചെയ്യുന്നത്. ഓസ്ട്രേലിയയാണ് പോകുന്നത്, യൂറോപ്യൻ കൺട്രിയിൽ. അത് സന്തോഷമാണ്. പണ്ട് നമ്മൾ എവിടെയും പോവാത്ത ആളല്ലേ. അപ്പോ ഇങ്ങനെ പിന്നെ ഒരു ടൂർ എന്ന് പറഞ്ഞാൽ പോവാത്ത ആളാ. ജീവിതത്തിൽ സ്കൂൾ പഠിക്കുമ്പോ ഒന്നും എവിടെയും പോയില്ല. ഇപ്പൊ നമ്മളുടെ പണ്ട് 20 രൂപയ്ക്ക് ടൂറിന് 20 രൂപ ഉണ്ടെങ്കിൽ വൺ ഡേ ടൂറിന് പോകാൻ പറ്റും ഒരു ദിവസം. കണ്ണൂർ സെൻട്രൽ ജയില് അതിന് പോലും പോകാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ ഈ 2 ആഴ്ച മുമ്പേ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉദ്ഘാടനം ചെയ്ത് ഞാനാണ്. അങ്ങനെ എന്റെ കുട്ടിയോടൊപ്പം ക്യൂ നിന്നിട്ടായിരിക്കാൻ പോകേണ്ടത്. പക്ഷെ ഇന്ന് നമ്മളെ അതിഥിയായിട്ട് സെൻട്രൽ ജയിലിൽ, കണ്ണൂർ സെൻട്രലിൽ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ കലാകാരന്മാർക്ക് അങ്ങനെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ, സത്യസന്ധമായ യാത്രയിൽ നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ഓസ്ട്രേലിയയില് ഞാനും ബിജു മാഷും ചേർന്ന ഒരു നാടകം അവതരിപ്പിക്കാനാണ് പോകുന്നത്. അത് മെയ് മാസത്തിലാണ് പോകുന്നത്. അത് ഏറ്റവും സന്തോഷമായ ഒരു കാര്യം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം കുറെ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷം തന്നെയാണ്. പിന്നെ ലോകം മലയാളികൾ പലതും മറിമായൊക്കെ കാണുന്നല്ലേ. അപ്പൊ നമ്മളെ പോകുമ്പോൾ അവർക്കും കൂടെ ഒരു സന്തോഷം ഉണ്ടാവും. അവരൊക്കെ കാണണം, ആ രാജ്യങ്ങൾ കാണണം. സന്തോഷം, ഏറ്റവും സന്തോഷം. ഇപ്പൊ ഈ ബിഹൈൻഡ് ദി കർട്ടൻ 10ാമത് വാർഷികം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലാണ് നടത്തുന്നത്. അതുപോലെ
പുറത്തൊക്കെ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു ദിവസം നമുക്ക് നാടകക്കാരെ ഒന്ന് എല്ലാവരും ഇരുന്ന് സംസാരിക്കാൻ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു കുറെ കാര്യങ്ങളുണ്ട്. സ്നേഹങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു പുരസ്കാര ചടങ്ങ്. അപ്പൊ ഒരുപാട് കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതൊക്കെ സന്തോഷമാണ്. അപ്പൊ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നാടകത്തിൽ നിന്ന് മിനി സ്ക്രീനിലോട്ട് വരുന്നു, ഇപ്പൊ ബിഗ് സ്ക്രീനിലോട്ട് എത്തി, ഒരു ടൈറ്റിൽ റോളിലേക്കൊക്കെ പടം കിട്ടി തുടങ്ങി. അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായും ഞാന് പിന്നെ നമുക്ക് പ്രതീക്ഷിച്ച് വരുന്നല്ല ഇതൊന്നും. ഇപ്പൊ ഇത് ഒരു പ്രധാന നായകനാവണം എന്ന് പറയുമ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. എന്നെ ദയവേദ ഇപ്പൊ ഞാൻ ചാനലോട് പറയുന്ന തുറന്നു പറയാൻ പറ്റും. പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ വളരെ പ്രശസ്തനായ ഒരു നടൻ ചെയ്ത ഒരു വലിയ സിനിമയിലെ പ്രധാന വേഷം എന്നോട് പറഞ്ഞാണ്. ഞാൻ അദ്ദേഹത്തോട്, സംവിധായകനോട്, പ്രൊഡ്യൂസർ, അഡ്വൈസറോട് ദയവ് എന്നെ ചെയ്യണ്ട, അത് ഞാൻ അങ്ങനെ സാറ്റലൈറ്റ് മൂല്യമില്ല, ഒരു ആർട്ടിസ്റ്റ് ഒന്നുമില്ല, ഒരു കലാകാരനാണ്, ജനങ്ങൾക്ക് ഇഷ്ടമാണ്, ഞാൻ മാറ്റിയിട്ട് ഞാൻ അതേ സിനിമയിൽ അദ്ദേഹത്തോട് 2 ദിവസം 3 ദിവസം ഒരു വേഷം ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ആ വേറെ നടൻ ചെയ്ത സിനിമയുണ്ട് ഇറങ്ങിയിട്ട്. അങ്ങനൊക്കെ ഉണ്ട്. അങ്ങനെ അവർ പുഷ്പാങ്കദൻ എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞു പടം, ചെറിയ ബഡ്ജറ്റിൽ എടുത്ത പടം. നിർമ്മാതാവ് ജോസേട്ടനെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് ഒരു വേഷം അഭിനയിക്കണം, അദ്ദേഹത്തിന് ഒരു പ്രൊഡ്യൂസ് ചെയ്യണം, അയാൾ ആഗ്രഹമാണ്. അയാൾ അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചു. പിന്നെ ഇന്ത്യയിലെ ഒരു പ്രശസ്ത ശില്പിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഉണ്ണിയാണ് ഇതില് ഞാൻ എന്നെ ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ വിടാണ്ട് പിന്തുടർന്ന് 1 മാസത്തോളം എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് ആ ചെയ്ത്. ഒരു പ്രശ്നമില്ല, ചെറിയൊരു പടമാണ്, പലരെ കണ്ടപ്പോൾ കുഴപ്പമില്ലടാ, അതിൽ ഒരുപാട് പുതിയ ആൾക്കാർക്ക് അഭിനയിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ഇതിനോട് ഇഷ്ടമില്ല, അല്ല സിനിമയിൽ രംഗമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്ക് അദ്ദേഹം അവസരം കൊടുത്തിട്ടുണ്ട്. ആ സ്പേസ് സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ട്. പിന്നെ ഇനി സിനിമ ഇപ്പോ റിലീസായത് ലാസ്റ്റ് എൻ്റെ ഹാലിന്ന് പറഞ്ഞ പടമാണ്, ഷൈനികത്തിന്റെ സിനിമയാണ്. ഇനിയിപ്പോ എന്ന് പറഞ്ഞാല് ജയറാമട്ടൻ നായകനാകുന്ന, ജയറാമട്ടൻ മോൻ കാളിദാസൻ നായകനായ ആശകളായിരാന്ന് ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി പോകുന്ന പടം. ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസം അത് പടാറുണ്ട്. അതിലൊരു നീള വേഷം ചെയ്തിട്ടുണ്ട്. ജയറാമട്ടപുരം രസകരമായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ സിനിമകൾ ചെറുതും വലുതുമായിട്ട് ഏണി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഇടുക്കാച്ചാടി എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത്, അതൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ കുറെ സിനിമകളും. അതിന്റെ കൂടെ തന്നെ ഉണ്ണേട്ടൻ ഈ നാടകം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുന്നുണ്ടോ? അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ അതൊക്കെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്? തീർച്ചയായും അത് തന്നെയാണ് ഇഷ്ടം. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം, നമ്മളിപ്പോ ഒരു നാടകം ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് അങ്ങാടെ നാടകം കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ, നാടകം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നാടകം റിഹേഴ്സൽ ഉണ്ട് പറയുമ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മൾ നേരെ വണ്ടി അങ്ങോട്ട് പോകും. ആ നാടകം നമ്മൾ കണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു കലോത്സവ വേദികൾ പോകുന്നത് ആദ്യം നാടകത്തിന്റെ സ്റ്റേജ് ഏടാന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ ഇപ്പൊ തൃശ്ശൂര് സംസ്ഥാനം നടക്കുമ്പോൾ പോയിട്ടായിരുന്നു. അന്ന് HSSന്റെ നാടകമാണ്. അവിടെ പോയി നമ്മൾ നാടകം കാണുന്നത്. നാടകത്തോട് അത്രമാത്രം ഇഷ്ടമാണ്. കേരള സംഗീത നാടക അക്കാദമി സംസ്ഥാന അമേച്ചർ നാടക മത്സരത്തിൽ 3 നാടകങ്ങൾ അഭിനയിച്ച ഒരാളാണ് ഞാൻ. അത് അഭിമാനത്തോടെയാണ് പറയുന്നത്. കേരള സംഗീത അക്കാദമിന്റെ വേഷം, ആത്മാവിന്റെ ഇടനാഴി, ചായം, ഈ 3 നാടകത്തിൽ ചെറുതും ഇതെല്ലാം വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അഭിനേതാവ് എന്ന രീതിയിൽ. അവർ നാട്ടിൻപുറത്തെ ക്ലബ്ബുകള്, വായനശാലകളും വാർഷികങ്ങളൊക്കെ നാടകം പഠിപ്പിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. യാത്ര നാടകം ഊർജം നമ്മൾ എന്തെങ്കിലും നിൽക്കുന്ന നാടകം തന്നെയാണ്. അപ്പോ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അദ്ദേഹത്തിനും സമയപരിധിയുണ്ട്. എന്തായാലും സിനിമ ഇനി എത്രയും പോയാലും നാടകത്തെ ചേർത്ത് പിടിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉണ്ണിരാജ പങ്കുവെക്കുന്നത്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ.